ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. കുറേ സ്റ്റുഡൻസ് ഡേറ്റ സ്ട്രക്ചർ ഭയങ്കര പാടാണ്, അപ്പോൾ അത് പഠിക്കാൻ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാൻ പ്രത്യേകിച്ച് ടിപ്സ് എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ പഠിച്ചെടുത്തത് എന്നുള്ള ആ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. CS ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ UGയിൽ പഠിച്ച് കാണും. ഞാനിപ്പോൾ PGയിൽ നിങ്ങൾ പഠിക്കുമായിരിക്കും. PGയിൽ ഇപ്പോൾ MCA എടുക്കുവാണെങ്കിൽ MCAയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഡേറ്റ സ്ട്രക്ചറാണ് നിങ്ങൾക്കുള്ളത്. ആൻഡ് ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ 11th തൊട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫീൽഡായിരുന്നു. അപ്പോൾ 11th ഈ ഡേറ്റ സ്ട്രക്ചർ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് C++ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് UG വന്നപ്പോൾ Cയിൽ ഡേറ്റ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പിന്നെ MCA വന്നപ്പോൾ വീണ്ടും Cയിൽ തന്നെ ഡേറ്റ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ബട്ട് +1 +2 പഠിക്കുന്ന സമയത്ത് ഫുൾ ബൈ ഹാർട്ടിംഗ് ആയിരുന്നു. ലാബ് എക്സാമിനെല്ലാം മിസ്സ് തരുന്ന കോഡ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് എഴുതും. അപ്പോൾ C++ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് UG വന്നപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ഇൻ C ആയിരുന്നു. അപ്പോഴും വലുതായിട്ടൊന്നും മനസ്സിലാക്കിയൊന്നും പഠിച്ചിട്ടില്ല. ജസ്റ്റ് ലാബ് എക്സാമിൻ്റെ തലേ ദിവസം കോഡൊന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയി എഴുതി. ഇനി MCA വന്നപ്പോഴാണ് ഈ ഡേറ്റ സ്ട്രക്ചർ ആക്ച്വലി എങ്ങനെയാണ് പഠിക്കേണ്ടത്, പിന്നെ ഡേറ്റ സ്ട്രക്ചറിൽ ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി നമ്മളായിട്ട് സ്വന്തമായിട്ട് കോഡൊന്നും ബൈ ഹാർട്ട് ചെയ്യാതെ സ്വന്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ആദ്യം അതിന് നമുക്ക് ഈ കോഡിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതിന് മുന്നേ അറേ ഉണ്ട്. നമ്മൾ ആക്ച്വലി ആദ്യം പഠിക്കേണ്ടത് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ട് അറേ, അത് കഴിഞ്ഞിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഗ്രാഫ് ട്രീ. ഈ ഒരു ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ പഠിച്ചത് ലൈക്ക് അറേ ഓപ്പറേഷൻസ് ആയിരുന്നു. MCAയിൽ ലാബ് എക്സാമിൽ ലാബ് റെക്കോർഡ്സിൽ വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ അറേ ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ ആദ്യം അറേ ഓപ്പറേഷൻസ് എന്താണ്, അറേയിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും അതിലെന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ കോഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് എങ്ങനെയായിരിക്കും വർക്ക് ആവുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ബുക്കിൽ വരച്ച് അതിൻ്റെ വർക്കിംഗ് എല്ലാം വരച്ച് നോക്കണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇൻറ്റ് A എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എനിക്ക് അലോക്കേറ്റ് ആയി കിട്ടുന്നത്. ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ ഇൻറ്റീജർ ടൈപ്പുള്ള ഡേറ്റാസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ 4 bytes ഓഫ് മെമ്മറി ആയിരിക്കും എനിക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്, ആൻഡ് അതിൻ്റെ പേര് A ആയിരിക്കും. ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. സപ്പോസ് എനിക്കിപ്പോൾ ക്ലാസ്സിൽ 30 പേരുടെ ഏജസ് സ്റ്റോർ ചെയ്യണമെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇൻറ്റ് A1, ഇൻറ്റ് A2, ഇൻറ്റ് A3 അങ്ങനെ 30 മെമ്പേഴ്സിൻ്റെ ഇൻറ്റീജർ ടൈപ്പ് സെപ്പറേറ്റ് കൊടുക്കണം. ഇപ്പോൾ 30 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും കൊടുക്കാൻ പറ്റും. ബട്ട് വാട്ട് ഇഫ് നമുക്കിപ്പോൾ ഒരു 1000 ഡേറ്റാസ് അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് കുറച്ച് പാടായിരിക്കത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ അറേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അറേയിലാണെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പുള്ള എലമെൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് എലമെൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻറ്റ് A1, A2, A3 അങ്ങനെ സെപ്പറേറ്റ് ഇൻറ്റ് A, ഇൻറ്റ് B, ഇൻറ്റ് C അങ്ങനെ ഡിക്ലെയർ ചെയ്യാതെ ഒറ്റ പേരിൽ തന്നെ ഇൻറ്റ് A എന്നുള്ള പേരിൽ തന്നെ 30 എലമെൻറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് അറേ. അപ്പോൾ അറേയിൽ നമുക്ക് നമ്പർ ഓഫ് സെയിം ഡേറ്റ ടൈപ്പുള്ള എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതാണ് അറേയുടെ കോൺസെപ്റ്റ്. ഇനി പിന്നെ അറേയിൽ ഇൻസേർഷൻ, ഡിലീഷൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസേർഷൻ ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസേർഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ബ്ലാങ്ക് ആവണം, അല്ലെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സിന് സെക്കൻഡ് പൊസിഷനിലോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം, പിന്നെ മിഡിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിലും അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഫോർ ബൈ ഹാർട്ടിങ് ഇറ്റ് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ അറേ ഓപ്പറേഷൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസേർഷൻ തന്നെ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, എൻഡ്, അറ്റ് എനി പൊസിഷൻ അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ആദ്യം ഫ്രണ്ടിൽ മാത്രം ഇൻസേർട്ട് ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് എൻഡിൽ ഇൻസേർട്ട് ചെയ്യുക, അതും വർക്ക് ആവുന്നുണ്ടെങ്കിൽ മിഡിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന എററും കുറവായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാനും പറ്റും, കോഡും സിമ്പിളായിരിക്കും. ഇനി ഇത് മൂന്നും വർക്കാവുന്നുണ്ടെങ്കിൽ അത് മൂന്നിനെയും കമ്പൈൻ ചെയ്ത് ഒരു പ്രോഗ്രാം ആക്കാം. ഇനി അതേപോലെയാണ് ഡിലീഷനും സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ട്, എൻഡ്, പിന്നെ എനി പൊസിഷൻ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഈ അറയിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഇൻറ്റ് ഇ ഓഫ് 13 ഡിക്ലെയർ ചെയ്യുമ്പോൾ 30 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എനിക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്. ബട്ട് ഞാനതിൽ ഈ 30 എലമെൻറ്റ് സ്റ്റോർ ചെയ്യണമെന്നില്ല. ഞാൻ ഇപ്പം മാക്സിമം എലമെൻ്റാണ് ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എലമെൻറ്റ് ഇപ്പോൾ 30 കൊടുത്തു, ബട്ട് ഞാൻ ഇപ്പോൾ ഒരു 20 എലമെൻറ്റ്സേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ എന്ന് വയ്ക്കാം. അപ്പോൾ അതിലുള്ള ബാക്കി ആ 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് വേസ്റ്റ് ആവുന്നില്ലേ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ സപ്പോസ് എനിക്ക് ഇപ്പോൾ അറിയാണെങ്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ഇല്ല എങ്കിൽ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയും ഒരു എറർ വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലാതെ നമുക്ക് റാൻഡംലി കിട്ടുന്ന സ്പേസ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് സൈസ് കൊടുക്കത്തില്ല. നമ്മൾ ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരിക്കും സൈസ് കൊടുക്കുന്നത്. ഡൈനാമിക് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്പേസ് എവിടേക്കാണോ ഉള്ളത് അവിടെയെല്ലാം നമുക്ക് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാം, കണ്ടിന്യൂസ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു അറയാണെങ്കിൽ ഇത് ലൊക്കേഷൻ 1000 ആണെന്ന് വയ്ക്കാം. നെക്സ്റ്റ് എലമെൻറ്റ് ഇൻറ്റീജർ ആണെങ്കിൽ നെക്സ്റ്റ് എലമെൻറ്റ് ഉള്ളത് 1004 മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് 1008, അത് കഴിഞ്ഞിട്ടുള്ളത് 1012. ഇങ്ങനെയായിരിക്കും അറയിലുള്ള എലമെൻറ്റ്സ് എല്ലാം സ്റ്റോറായി കിട്ടുന്നത്. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയല്ല. എവിടേക്കാണോ സ്പേസ് ഉള്ളത് അവിടേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു എലമെൻറ്റ് 1000 വയ്ക്കാം, വേറെ എലമെൻറ്റ് മേ ബി 250 വേറെ എലമെൻറ്റ് 10,000 ഇങ്ങനെ എവിടേക്കാണോ സ്പേസ് ഉള്ളത് അവിടേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ റാൻഡമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അറയിലാണെങ്കിൽ കണ്ടിന്യൂസ് ലൊക്കേഷൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യുന്നതൊക്കെ ഈസിയാണ്. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ എല്ലാം സെപ്പറേറ്റ് സ്പേസിലാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1000 സെക്കൻഡ് എലമെൻറ്റ് 250 വെച്ചു. ബട്ട് നമുക്ക് കമ്പൈലറിന് അറിയത്തില്ലല്ലോ നെക്സ്റ്റ് എലമെൻറ്റ് എവിടെയാണുള്ളതെന്ന്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിലായിരിക്കും. അതിൽ ഒരു പാർട്ടിൽ ഡേറ്റ വയ്ക്കും, വേറൊരു പാർട്ടിൽ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് വയ്ക്കും. ഇപ്പോൾ ഇവിടെ 250 ഇത് ഫസ്റ്റ് എലമെൻ്റ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഡേറ്റ കാണും, സെക്കൻഡ് ഇതിൽ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ ഈ 250 എലമെൻറ്റിനും ഇവിടുത്തെ ഡേറ്റ കാണും, പ്ലസ് അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കാണും. ഇങ്ങനെയായിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളുടെ ഇൻസേർഷൻ ഡെലീഷനൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, സെർച്ചിങ് ഒക്കെ. പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ ഓരോ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഓരോ കോൺസെപ്റ്റും ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു നോഡ്. അപ്പോൾ ഒരു നോഡുണ്ട്, നെക്സ്റ്റ് നോഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് ഇതിൽ ഇൻസേർഷൻ എങ്ങനെയായിരിക്കും നടക്കുന്നത് ജസ്റ്റ് നിങ്ങൾ കോഡിലോട്ട് പോവാതെ തിയറിറ്റിക്കലായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പിന്നെ യു ക്യാൻ റെഫർ ടു യൂട്യൂബ് വീഡിയോസ്, കുറേ വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാം റെഫർ ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം മനസ്സിലാക്കി എടുത്തിട്ട് എന്നിട്ട് വേണം കോഡിങ്ങിലോട്ട് പോവാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് പോവാതെ ആദ്യം അറേ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് ക്യൂ ഒക്കെ എന്താണെന്ന് പഠിക്കുക. ദെൻ മൂവ് ഓൺ ടു ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ സർക്കുലർ ക്യൂ. ഇങ്ങനെ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്റ്റ് കയറി കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് പോകണ്ട. ഇനി ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രീ, ഗ്രാഫ്, പിന്നെ അത് വെച്ചിട്ടുള്ള വേറെ ആൽഗോറിതംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് വരെ പഠിച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ളത് ട്രീസും ഗ്രാഫ്സൊക്കെ ആയിരിക്കും. ട്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലൊരു എലമെൻ്റ് ആണെങ്കിൽ അടുത്ത എലമെൻറ്റ് ഇങ്ങനെയായിരിക്കും, അടുത്ത എലമെൻറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ട്രീ ആയിട്ട് തന്നെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻപുട്സൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, ആദ്യം ഇതിൻ്റെ ബേസിക്സൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് കോഡിങ്ങിലോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിക്കുമ്പോൾ ഇപ്പോൾ അറയാണ് പഠിക്കുന്നതെങ്കിൽ അറയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എല്ലാം ഞാൻ ആദ്യം റഫായിട്ട് വരയ്ക്കും. ഈവൻ ഫോർ ലാബ് എക്സാം ക്വസ്റ്റ്യൻസ് വന്നപ്പോഴും ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഒരു റഫായിട്ട് ഒരു ഫിഗർ വരച്ചു. ലിങ്ക്ഡ് ലിസ്റ്റ് ഇതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, ഇത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണ്, ആദ്യം തന്നെ റഫായിട്ട് അതിൻ്റെ സ്ട്രക്ചർ എല്ലാം വരച്ചു. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സിയുടെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റ്, ഇതൊക്കെ പഠിച്ചിട്ട് DSLോട്ട് വരുവാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്